ഹായ്, വെൽക്കം ടു സ്റ്റഡി വിത്ത് സ്മൈൽ PSC. അപ്പോൾ മക്കൾ എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി LGS കട്ട് ഓഫ് പ്രഡിക്ഷനും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇപ്പോഴും സ്റ്റിൽ എല്ലാവരും കൺഫ്യൂസ്ഡിലാണ്. ഇപ്പോൾ എല്ലാവരും ടെൻഷനിലാണ് എന്നെനിക്കറിയാം. കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഷോർട്ട് ലിസ്റ്റ് വരുന്നത് വരെ, പരീക്ഷ എഴുതിയ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഷോർട്ട് ലിസ്റ്റ് വരുന്നത് വരെ എന്തുണ്ടാവും, ഈ പറഞ്ഞ ഒരു ടെൻഷനും ആവലാതിയൊക്കെ ഉണ്ടാവും. കാരണം ഞാൻ ആ ലിസ്റ്റിൽ ഉൾപ്പെടുമോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ ടെൻഷൻ അടിച്ച് നമ്മൾ കളയുന്നത് നമ്മുടെ ഒരു നല്ല ഒരു വാല്യുബിളായിട്ടുള്ള ടൈമാണ്. വരുന്ന പരീക്ഷകൾക്ക് പഠിക്കണമെന്ന് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്വയമേ ഒന്ന് ചിന്തിച്ച് നോക്കുക. നമ്മൾ ടെൻഷൻ അടിച്ചുകൊണ്ട് കട്ട് ഓഫ് കുറയില്ല, കട്ട് ഓഫ് കൂട്ടില്ല. സോ നമ്മൾ വരുന്ന പരീക്ഷയ്ക്ക്, ഇനി അടുത്ത വരുന്ന പരീക്ഷകൾക്ക് നല്ലതുപോലെ പ്രിപ്പയർ ചെയ്ത് ഈ ഒരു ടെൻഷൻ ഒഴിവാക്കുക. ഇപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഒരു 85 മുകളിൽ മാർക്കുള്ള ഒരാൾ, അയാളെ സംബന്ധിച്ചിട്ട് ചിലപ്പം അത്ര ഒരു ടെൻഷൻ ഉണ്ടാവില്ല അല്ലേ? കാരണം നല്ല രീതിയിൽ അയാൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട്. നമ്മൾ ഈ ടെൻഷൻ അടിക്കുന്നത് നമ്മൾ ഈ ഇടയ്ക്ക് നിൽക്കുന്ന, ഏറ്റവും കുറവുമല്ല ഏറ്റവും കൂടുതലുമല്ല, ഇടയ്ക്ക് നിൽക്കുന്ന. അപ്പോൾ നമ്മൾ ഇനി ഉറപ്പിക്കുക, ഇനി എഴുതുന്ന എക്സാമിന് ഞാനിങ്ങനെ ടെൻഷൻ അടിക്കില്ല. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഞാൻ നല്ലതുപോലെ പഠിക്കുക മാത്രമല്ല, ആ ഒരു 1.25 മണിക്കൂർ അതെങ്ങനെ അപ്ലൈ ചെയ്യുന്നു, കൂളായിട്ടിരുന്ന് എക്സാം നല്ല രീതിയിൽ എഴുതും എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം, നമ്മൾ നല്ല രീതിയിൽ ഡീപ്പായിട്ട് തന്നെ പഠിക്കുക. ഇനി വരുന്ന LDC LGS ഒക്കെ നമുക്ക് നേടാൻ കഴിയും. ഞാനിപ്പോഴും പറയുന്നു, ഒരു 3.5-4 ലക്ഷം പേര് എഴുതിയ എക്സാമിൽ നിന്ന് 50,000-ൽ ഒരാളാകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത്ര മോശമൊന്നുമല്ല. അപ്പോൾ ഇനി വരുന്ന എക്സാമിനൊക്കെ നല്ലതുപോലെ, കാരണം ഇനി വരുന്ന LGS വേരിയസ് LGS ഒക്കെ ഡിസ്ട്രിക്ട് ലെവലാണ്. ഡിസ്ട്രിക്ട് ലെവലിൽ എത്ര ആപ്ലിക്കേഷൻസ് ഉണ്ട് എന്നുള്ളതും, അപ്പോൾ അതിൽ എത്ര പേര് സീരിയസ് ആയിട്ട് എക്സാമിനെ കാണുന്നുണ്ടെന്നൊക്കെ നമുക്ക് ഈ ഒരു എക്സാം വെച്ചിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ ഈ ഒരു ഫോമിൽ തന്നെ നമ്മൾ പോവുകയാണെങ്കിൽ, അതായത് ഈ അനാവശ്യമായ കട്ട് ഓഫിൻ്റെ ടെൻഷൻ അടിച്ച് നമ്മൾ സമയം കളയാതെ നല്ല രീതിയിലൊന്ന് പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വരുന്ന എക്സാമിന് ടെൻഷൻ ഇല്ലാതെ കൂളായിട്ടിരുന്ന് എക്സാം എഴുതാനും, അതുപോലെ തന്നെ എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു കട്ട് ഓഫിൻ്റെ ടെൻഷൻ ഇല്ലാതെ നമുക്ക് നിൽക്കാനും കഴിയും. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയുമായി വരുന്നത്, ഒരുപാട് പേര് സംശയങ്ങൾ പലപ്പോഴായി ചോദിക്കുന്നു, എത്ര ഡിലീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, എത്ര ഡിലീഷൻ ക്വസ്റ്റ്യൻസ് എത്ര എണ്ണം വരും, അത് നമ്മുടെ മാർക്കിനെ ബാധിക്കുമോ എന്നൊക്കെ. അപ്പം ഡിലീഷൻ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ്, ഈ ഡിലീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യന് ഒരു പക്ഷേ നമ്മൾ റോങ് ആണ് ആൻസർ ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മളെ മാർക്കിനെ അത് ബാധിക്കില്ല, നെഗറ്റീവ് അടിക്കില്ല. അതുപോലെ തന്നെ ഒരു പക്ഷേ നമ്മളത് കറക്റ്റായിട്ടാണ് നമ്മൾ ചെയ്തിരുന്നു, നമുക്ക് കോൺഫിഡൻ്റ് ആണ് നമ്മൾ കറക്റ്റ് ചെയ്തു എന്നുള്ളത്, പക്ഷേ ആ മാർക്ക് നമുക്ക് ലഭിക്കത്തതുമില്ല. നമ്മുടെ മൈനസ് ആയി കഴിഞ്ഞാൽ അത് നമുക്കത് കുറയുകയുമില്ല. കാരണം ഇപ്പോൾ ഒരു 5 ക്വസ്റ്റ്യനാണ് ഡിലീറ്റ് ചെയ്യുന്നതെങ്കിൽ 100 എന്നുള്ളതിൽ നിന്ന് 95ലേക്ക് മാർക്ക് വരികയാണ്. 95 ഔട്ട് ഓഫ് 95ൽ നിന്നാണ് നമ്മുടെ കട്ട് ഓഫും അതുപോലെ തന്നെ നമ്മുടെ മാർക്കും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് ഡിലീറ്റിലേക്ക് പോകാൻ സാധ്യതയുള്ളത്, ഏതിലൊക്കെയാണ് ഒരു 50% സാധ്യതയുള്ളത് എന്നൊക്കെ നമുക്ക് നോക്കാം. സോ നിങ്ങളിതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റുകൾ രേഖപ്പെടുത്തുക. നമ്മുടെ ചാനലിൽ SCRT ക്ലാസ്സുകൾ അവൈലബിൾ ആണ്, കാണാത്തവരാണെങ്കിൽ കയറി കാണുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏതാണ് നമുക്ക് ഡിലീറ്റഡ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ മക്കളെ, നമ്മൾ മാത്സിൽ തന്നെ ഫസ്റ്റ് എടുക്കാം. മാത്സിൽ ഈ ഒരു ക്വസ്റ്റ്യൻ, ഇതിൻ്റെ ഭിന്നസംഖ്യയുള്ള ലസാഗു എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. ഇതിന് ആൻസർ ഇല്ല എന്നുള്ളതാണ്. സോ നമുക്ക് ഉറപ്പിക്കാം ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. അപ്പം ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരു പക്ഷേ നിങ്ങൾ ഇതിനകത്ത് എഴുതിയത് തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കുറയില്ല എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒന്ന് അറിയാത്തവർ ലാസ്റ്റ് മൊമെൻറ്റിലൊക്കെ ഒന്ന് കറക്കി കുത്തിയവരുണ്ടാവും. അപ്പോൾ അവർ ഒരുപക്ഷെ ഇതിൽ തെറ്റ് എഴുതിയിട്ടുണ്ട്, അപ്പോൾ ഇത് ക്യാൻസൽ ആവുമ്പോൾ മാർക്ക് കുറയുമെന്നൊക്കെ ഒരുപാട് ചോദിക്കണം. അങ്ങനെ മാർക്കൊന്നും കുറയില്ല, ഞാൻ പറഞ്ഞതുപോലെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവുകയാണെങ്കിൽ മാർക്ക് ഓട്ടോമാറ്റിക്കലി 99ൽ കാൽക്കുലേറ്റ് ചെയ്യും, നമുക്ക് മാർക്ക് കുറയില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക്, അതായത് ഈ ഭിന്നസംഖ്യയുള്ള ലസാഗു എന്ന് ചോദിച്ച ചോദ്യത്തിന് ഇതിലൊന്നും ആൻസർ ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഷുവറായിട്ട് 100% തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഉറപ്പിക്കാൻ കഴിയും ഇത് ഡിലീറ്റഡ് ക്വസ്റ്റ്യനിലേക്ക് പോകുമെന്നുള്ളത്. ഇനി അടുത്ത സെക്കൻഡ് ഏത് ക്വസ്റ്റ്യനാണ് നമുക്ക് നോക്കാം. അപ്പോൾ മക്കളെ, നമ്മുടെ രണ്ടാമത്തെ മാത്സിലെ തന്നെ ചോദ്യമാണ്, 1-നും 4-നും ഇടയ്ക്ക് വരുന്ന സംഖ്യ ഏത് എന്നുള്ളത്. ഇതിൽ ഓപ്ഷൻ C ആൻസർ എഴുതിയവരുമുണ്ട്, അതുപോലെ തന്നെ ഓപ്ഷൻ D ആൻസർ എഴുതിയവരും. കാരണം ഇതിന് 2 ആൻസറാണുള്ളത്. സോ ഈ ഒരു 2 ആൻസർ ഉള്ളപ്പോൾ തന്നെ PSCക്ക് ഒരു ആൻസറിലേക്ക് എത്താൻ കഴിയില്ല. അതുകൊണ്ട് ഇതും 100% നമുക്ക് ഉറപ്പിക്കാം, ഇത് ഡിലീഷനിലേക്ക് പോകാൻ സാധ്യത ഏറെയാണ് എന്നുള്ളത്. കാരണം ഇതിനെ ചലഞ്ച് ചെയ്ത് ഒരുപാട് പേര് പോയിട്ടുണ്ടാകും. കാരണം 2 ആൻസർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏത് ആൻസറിലേക്ക് എത്തും? കാരണം കുറേ പേര് ഓപ്ഷൻ C എഴുതിയിട്ടുണ്ട്, കുറേ പേര് ഓപ്ഷൻ D എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനും ഡിലീഷനിലേക്ക് പോകാൻ സാധ്യത ഏറെയാണ്, 100% നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ ഈ ഓപ്ഷൻ Aയും Bയും എഴുതിയവർ ഞാൻ വീണ്ടും പറയുന്നു, ഒരു പക്ഷേ നിങ്ങൾ എഴുതിയത് തെറ്റാണെന്നുണ്ടെങ്കിൽ, ഒന്ന് കറക്കി കുത്തി എഴുതിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്കൊന്നും കുറയില്ല. ഇത് ഡിലീഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്കൊന്നും കുറയില്ല എന്നുള്ളത് ഉറപ്പിക്കാം. ഇനി അടുത്തതൊരു മാത്സിലൊരു ചോദ്യമാണ്. കുറേ അധികം പേര് അത് ഇതിന് ചലഞ്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ചലഞ്ച് ചെയ്യാൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എത്രമാത്രം ചലഞ്ചിലേക്ക് പോകുമെന്നും ഡിലീഷനിലേക്ക് പോകുമെന്നും നമുക്ക് നോക്കാം. മാത്സിലെ 3ാമത്തെ ഒരു ചോദ്യമാണ്. ഇതാണ് ആ ഒരു ചോദ്യം. ഇത് പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട്, അല്ലെങ്കിൽ ഞാനത് നോക്കുമ്പോൾ ഇത് ഡിലീഷനിലേക്ക് പോകാൻ സാധ്യത കുറവാണ്. പക്ഷേ
എനിക്ക് അറിയാവുന്ന കുറച്ചധികം പേരുടെ തിങ്കിങ്ങും അവർ ചലഞ്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ ആൻസർ ഏതിലേക്ക് എത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 6ൻ്റെ ക്യൂബ് -6 ആണ് ഈ 210 എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 10ൻ്റെ ക്യൂബ് -6 ആണോ 10ൻ്റെ ക്യൂബ് -10 ആണോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്ന് കൺഫ്യൂസിൽ ആണ് കുറച്ചധികം പേര്. രണ്ട് ആൻസറും ഇതിലുണ്ട്. 10 ആണെങ്കിൽ 990 ഇതിലുണ്ട്, 6 ആണെങ്കിൽ 994 ഇതിലുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇതൊരു 50% നമുക്ക് എടുത്ത് വെക്കാവുന്ന ഒരു ചോദ്യമാണ്. എനിക്കറിയാവുന്ന 1-2 പേര് ഇത് ചലഞ്ചിന് വേണ്ടി കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിത് ഇട്ടേക്കുന്നത്. നിങ്ങളൊന്ന് പറയാം, നിങ്ങളുടെ ഐഡിയയിൽ ഇത് ചലഞ്ചിലേക്ക് പോകുമോ, ഡിലേഷനിലേക്ക് പോകാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത്. ഇത് ഞാൻ ഒരിക്കലും ഉറപ്പിച്ച് പറയുന്നില്ല. ഇതിനൊരു 50% ഉണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇങ്ങനെ രണ്ട് ആൻസറും ഈ രണ്ട് വേയിലുള്ള തിങ്കിങ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നത് കൊണ്ട് ഏതാണ് ശരിയെന്നറിയില്ല. ഡിലീഷനിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും 97ലേക്ക് വരികയാണ്. തെറ്റിപ്പോയി അതിൻ്റെ നെഗറ്റീവിൽ മറ്റു കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു ഐഡിയയിൽ പറയുക, ഇത് ഡിലീഷനിലേക്ക് പോകുമോ, പോകാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് പറയുക. അപ്പോൾ മാത്സിൽ ഈ 3 ചോദ്യങ്ങളാണ് ഞാൻ അല്ലെങ്കിൽ സാധ്യത എന്ന് എടുത്തു വച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ജി കെയിലെ ഏതൊക്കെ ചോദ്യങ്ങളാണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ജി കെയിലെ ആദ്യ ചോദ്യം ഇതാണ്, ഡിലീഷനിലേക്ക് പോകാൻ 100% സാധ്യതയുള്ള ചോദ്യമാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാരിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തി വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണമെന്ന് LSS ഫെയർ സിദ്ധാന്തം കൊണ്ടുവന്നത് ഏത് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് എന്നുള്ളതാണ്. ഇതിൽ ഈ ഒരു ഓപ്ഷനും ആൻസർ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ നാലാമത്തെ, അതായത് ജി കെയിലെ ഫസ്റ്റ് ചോദ്യത്തിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്. SSCRT വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാരാണ് എന്നുള്ളത്. അപ്പം ഈ ഒരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം, 100% ഡിലീഷനിലേക്ക് പോകാൻ സാധ്യതയുള്ളൊരു ചോദ്യത്തിൽ കണക്ക് കൂട്ടാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാലാമത്തെ ചോദ്യമാണിത്, ഡിലീഷനിലേക്ക് പോകാൻ സാധ്യതയുള്ളത്. ഓട്ടോമാറ്റിക്കലി 96ലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഇനി അടുത്ത ജി കെയിലെ ഏത് ചോദ്യമാണ് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ജി കെയിലെ രണ്ടാമത്തെ ചോദ്യം, അതുപോലെ തന്നെ ടോട്ടലി 5ാമത്തെ ചോദ്യമാണിത്. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് 7 രാജ്യങ്ങളുമായി ഇന്ത്യ അതിർത്തി പങ്കിടുന്നു. ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു. അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു എന്നുള്ളതാണ്. ഇതിൽ 7 രാജ്യങ്ങളുമായി ഇന്ത്യ അതിർത്തി പങ്കിടുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിലാണ് എല്ലാവർക്കും സംശയമിരിക്കുന്നത്. കാരണം ഇന്ത്യ പങ്കിടുന്നത് 9 രാജ്യങ്ങളാണ് എന്നുള്ളത് കൊണ്ട് എന്താണ് ഇത് തെറ്റാണെന്നും, ബംഗ്ലാദേശുമായിട്ടാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നതും അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു എന്നുള്ളത് കൊണ്ട് 2ഉം 3ഉം ശരിയാണ്. ഇതിൽ ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ഒരു 90% ആൾക്കാരും ചെയ്തിരിക്കുന്നത്. പക്ഷേ SSCRT ബേസ് ചെയ്തിട്ട് SSCRTയിൽ ഇങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് 7 രാജ്യങ്ങളുമായി ഇന്ത്യ അതിർത്തി പങ്കിടുന്നു എന്നുള്ളതിൽ. പക്ഷേ ആ ഒരു ബേസിൽ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ, അതായത് ഈ ഓപ്ഷൻ 2ഉം 3ഉം കര അതിർത്തിയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ഈ ഓപ്ഷൻ 1 കര അതിർത്തിയിലേക്കാണ് അവർ ആൻസറായിട്ട് എടുക്കുന്നതെങ്കിൽ എന്താണ്, എല്ലാം ശരിയാണ് എന്നുള്ളതിലേക്ക് പോകേണ്ടി വരും. പക്ഷേ ഒരു കൺഫ്യൂസ് ഉള്ളത് കൊണ്ടും ഏറ്റവും കൂടുതൽ ആൾക്കാർ ചലഞ്ച് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതായതുകൊണ്ടും ഇത് നമുക്ക് എന്താണ് ഒരു 100% ഡിലീഷനിലേക്ക് പോകുമെന്ന് തന്നെ ഉറപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പം ജി കെയിലെ 2 ചോദ്യങ്ങളും അതുപോലെ തന്നെ മാത്സിലെ 2 ചോദ്യങ്ങളും ഉറപ്പാണ്. ഒരു ചോദ്യം ഒരു 50-50 ചാൻസിലാണ്. അപ്പോൾ ഇനി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒരു പക്ഷേ ഇനിയും ഡിലീഷനിലേക്ക് സാധ്യതയുള്ള ചോദ്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളതും ഒന്ന് അടുത്ത വീഡിയോയിലോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലൊന്ന് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വരുമ്പോൾ ജി കെയിൽ 2 ചോദ്യങ്ങളും അതുപോലെ തന്നെ മാത്സിൽ 2+1 എന്ന് ഞാൻ ഇടുള്ളൂ. കാരണം ഇതൊരു 50% സാധ്യതയുള്ള ചോദ്യമായതുകൊണ്ട്. ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 95ൽ അതല്ല, ഇത് 2 മാത്രമാണെന്നുണ്ടെങ്കിൽ 96ലായിരിക്കും ഫൈനൽ മാർക്ക് വരുന്നത്. ഇത് ബേസ് ചെയ്തിട്ടായിരിക്കും കട്ട് ഓഫ് വരുന്നത്. സോ ഈ ഒരു 4 മാർക്ക് അല്ലെങ്കിൽ ഒരു 5 മാർക്ക് നല്ല രീതിയിൽ നമ്മുടെ കട്ട് ഓഫിനെ എഫക്റ്റ് ചെയ്യും. കട്ട് ഓഫ് കുറയാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവും. കാരണം 5 മാർക്ക് എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇപ്പോഴും അതായത് നമ്മൾ ഒഴിവിനനുസരിച്ചിട്ടാണ്, നമ്മുടെ വേക്കൻസിക്ക് അനുസരിച്ചിട്ടാണ് ഇവർ ലിസ്റ്റ് ഇടാൻ സാധ്യത ഉള്ളത്. കാരണം ഇപ്പോഴും നമ്മൾ വാർത്ത കാണുന്നുണ്ട് ഷോർട്ട് ലിസ്റ്റ് ഉടൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ നമ്മുടെ CPO 530/2019 CPOയിലെ നമ്മുടെ സഹോദരന്മാരുടെ സമരം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി അത് ചിലപ്പോൾ നമ്മുടെ ലിസ്റ്റിനെ എഫക്റ്റ് ചെയ്യുമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ സാധ്യത വളരെ വിരളമാണ്. കാരണം അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റിയിൽ തന്നെ അതൊരു ഓഫീസ് അറ്റൻഡൻറ്റ് കം ഡ്രൈവറുടെ എത്ര വേക്കൻസിക്കായിരുന്നു നോട്ടിഫിക്കേഷൻ ഉള്ളതും നിലവിൽ എത്ര വേക്കൻസി ഉണ്ടെന്നും അതിനെത്ര ലിസ്റ്റ് ഇട്ടു എന്നുള്ളതൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ ചാനൽ അവൈലബിൾ ആണ്, കയറി കാണുക. അപ്പോൾ ആ ഒരു സംശയം തീരും. അതുപോലെ തന്നെ കട്ട് ഓഫിൻ്റെ പ്രഡിക്ഷൻ ഇപ്പോഴും നമ്മുടെ വലിയ ടോപ്പ് ലെവൽ ചാനലുകളിൽ നടത്തിയ കട്ട് ഓഫ് പ്രഡിക്ഷൻ നമ്മുടെ ചാനൽ അവൈലബിൾ ആണ്. അപ്പോൾ അതും ഒന്ന് കാണുക. പിന്നെ ഈ കട്ട് ഓഫിനെ പറ്റിയൊന്നും ടെൻഷൻ അടിക്കാതെ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പഠിക്കുക. നല്ലൊരു റാങ്കിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക.
അപ്പം ഒരു ദിവസം, അതായത് ആത്മാർത്ഥമായി നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ ഒരു ദിവസം നമുക്ക് വിജയം ഉറപ്പായിരിക്കും. അപ്പം നല്ല രീതിയിൽ എല്ലാം പഠിക്കുക. ഇത്രയാണ് ഈ ഒരു കട്ട് ഓഫിൻ്റെ. ഞാൻ വീണ്ടും പറയുന്നു, ഇനി ഇത് കൂടാതെ ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ആവാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻ്റെ കോഡും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പറും ഇട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് അടുത്ത വീഡിയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. അതിനോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണെങ്കിൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ അവൈലബിളുള്ള കമൻറ്റ് ഇടുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നുണ്ട്. അടുത്ത ഒരു വീഡിയോ അല്ലെങ്കിൽ അടുത്തൊരു ക്ലാസ്സുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി.